മാർത്തോമാസഭയുടെ റാന്നി ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ അത്താനാസിയോസ് തിരുമേനി, അഭിമന്യ അന്തോണിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ, കോറത്തുമാരെ, വൈദിക സഹോദരങ്ങളെ, ശ്രീ ചെറിയാനികൾ, മറ്റ് എല്ലാവരും, കേരളത്തിൻ്റെ അഭിമാനമായ പുതുപ്പള്ളിയുടെ ഓമനപുത്രൻ, സഭയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന സഭയുടെ ഒരു വിശിഷ്ട അംഗം എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അസ്ഥാനത്തല്ലാത്ത കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, വിശ്വാസികളുടെ സമൂഹം, പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുവാനായിട്ട് ആഗ്രഹിച്ചത് പെരുന്നാൾ ആലോചനാ യോഗത്തിന് മുമ്പേ നടന്നതാണ്. അഭിമന്യ യുവാനിസ് തിരുമേനിയാണ് ഈ ദിവസം ജോഷുവാച്ചൻ്റെ ഈ അനുമോദന സമ്മേളനം നടക്കണം എന്ന് കൽപ്പിച്ച് ക്രമീകരിച്ചത്. തീർച്ചയായും ജോഷുവാച്ചനെ കുറിച്ച് കൊമ്പേരിയുടെ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്ത് സാറ് പറഞ്ഞതിനപ്പുറത്തുള്ള 2-3 ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തേത്, അച്ഛനെ ഒരു ഗ്രന്ഥകർത്താവായി നമുക്കറിയാം. പക്ഷേ അച്ഛൻ്റെ രചനകൾ വൈവിധ്യമാർന്നത് അത് വേദപുസ്തകപരം മാത്രമല്ല, ആരാധനാപരം മാത്രമല്ല, നേരെ മറിച്ച് വ്യക്തി ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പുസ്തകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര വൈവിധ്യമാർന്ന തലങ്ങളിൽ ഗ്രന്ഥരചന നടത്തുന്ന ഒരാള് മറ്റൊരാളുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ചകളിൽ നമ്മൾ ആകാംക്ഷാഭരിതരായി സൺഡേ സപ്ലിമെന്റിന്റെ ആ പേജിന് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം അതിൽ വൈവിധ്യമുണ്ട്. എന്നും പറയുന്ന ഒന്നല്ല, എന്നും പറയുന്ന വേദപുസ്തകത്തിലെ കാര്യങ്ങളുമല്ല. വേദപുസ്തകത്തെ കോട്ട് ചെയ്യാൻ പോലും ഞായറാഴ്ചകളിൽ ചിന്താവിഷയങ്ങൾ എഴുതുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് രചനയിലുള്ള വൈവിധ്യം അത് ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ്റെ സ്വന്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്, ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ മലങ്കര സഭയുടെ സിനഡിൻ്റെ 84% ഒന്നുകിൽ അച്ഛൻ്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പഠിച്ചവരോ പഠിപ്പിച്ചവരോ. ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന മറ്റൊരാളും മലങ്കര സഭയിലില്ല. അതുകൊണ്ട് കൊമ്പേരിയോട് സാറ് പറഞ്ഞത് ഞാൻ കടമെടുക്കുന്നു. അതെ, ജോഷുവാച്ചൻ നമ്മുടെ ഒരു അഹങ്കാരം. അച്ഛൻ അത് ഒട്ടും ഇല്ലെങ്കിലും മലങ്കര സഭയ്ക്ക് അഹങ്കരിക്കാൻ സാധിക്കുന്ന ഒരു മഹാ വ്യക്തിപ്രഭാവം ആ അച്ഛൻ്റെ ഈ അനുമോദന സമ്മേളനം തീർച്ചയായും ശതാഭിഷിക്തനാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ്. പക്ഷേ ശാസ്ത്രം, ആരോഗ്യശാസ്ത്രം വളരുമ്പോൾ അതൊക്കെ കഴിയുന്നവർ ഒത്തിരി ഉണ്ടാകാം. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സംഭാവനകൾ നൽകാൻ സാധിച്ച ജോഷുവാച്ചൻ. മൂന്നാമത്, ജോഷുവാച്ചനെ കുറിച്ചുള്ള എൻ്റെ ചിന്ത, അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളും മറ്റൊരു തലത്തിൽ സമൂഹത്തിന് അനുഗ്രഹമായി തീരാൻ കാരണമായിട്ടുണ്ട്. അത് എങ്ങനെ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യണമെന്നോ ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നോ അനുഭവത്തിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ ജനത്തിന് ബോധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ. ആദ്യമായി
ശിഷ്യഗണത്തിൻ്റെ പേരിൽ ഞങ്ങൾ അനുമോദനം അറിയിക്കുന്നു. ഞാനിവിടെ കൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയ കാതോലിക്ക ബാബ കൊണ്ടാണ്. തീർച്ചയായും ഗുരുവിൻ്റെ അനുമോദന സമ്മേളനത്തിൽ ശിഷ്യൻ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് ഗുരുവിനെ കുറിച്ചുള്ളത് കേൾക്കുവാൻ നമുക്കൊക്കെയും ആകാംക്ഷയുണ്ടാകുന്നു. നിങ്ങളേവരുടെയും പേരിൽ പരിശുദ്ധ ബാബ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ അഭിമുഖ്യ ഗീവർഗീസ് മറിയോസ് തിരുമേനി ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം എല്ലാവരും മനസ്സിലാക്കിയാൽ പിന്നെ അതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് കോട്ടയം ഭദ്രാസനത്തിലെ മുഴുവൻ ആൾക്കാർക്കുള്ളത്. തിരുമേനിയുടെ ആ ഒരു വ്യക്തി പ്രഭാവമാണ് എല്ലാ കാര്യങ്ങളും ചിട്ടയായി ക്രമമായി നടക്കത്തക്കവണ്ണം ഇടയാകുന്നത്. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല. തിരുമേനിയെ ഔപചാരികയുടെ പേരിൽ മാത്രം ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. കൊല്ലം വിലാസനത്തിൻ്റെ അഭിമുഖ്യ അന്തോണിയോസ് തിരുമേനി, അങ്കമാല വിലാസനത്തിൻ്റെ അഭിമുഖ്യ പോളിയോസ് തിരുമേനി രണ്ടുപേരും സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അംഗീകരിക്കുന്നു, ആശീർവദിക്കുന്നു. രണ്ട് തിരുമേനിമാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഭിമുഖ്യ ഗീവർഗീസ് മാർ അഥാനാസിയോസ് തിരുമേനിയാണ്. ജോഷുവാസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാനായിട്ട് മലങ്കര സഭയിൽ നിന്നല്ലാതെ മറ്റൊരാളെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കൂടി പോയ പേര് അഭിമുഖ്യ തിരുമേനിയുടെ. കാരണം ജോഷുവാസിന്റെ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതുവന്നതക്കവണ്ണം ജോഷുവാസൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു അഭിമുഖ്യ തിരുമേനിയാണിത്. അപ്പോൾ തിരുമേനിയായിട്ടും അച്ഛന് വളരെ അധികം വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വ്യക്തിബന്ധത്തിന്റെ ഊഷ്മളതയിൽ കുറെയെങ്കിലും ഈ അനുമോദന സമ്മേളനത്തിൽ വെളിവാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അഭിമുഖ്യ തിരുമേനിയെ ക്ഷണിച്ചത്. തിരുമേനി ഭക്ഷണം സസന്തോഷം സ്വീകരിച്ചു. കൃത്യസമയത്തിന് ഇവിടെ എത്തിച്ചെന്നു. അഭിമുഖ്യ അഥാനാസിയോസ് തിരുമേനിയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സഭയുടെ അഭിമാനമെന്ന് നമുക്ക് വിചാരിക്കാവുന്ന എറണാകുളം സമ്മേളനത്തിലേക്ക് വിശിഷ്ടാതിഥികളുടെ പുറകെ സ്റ്റേറ്റ് കാരണം കഴിഞ്ഞപ്പോൾ കുറേ സമയം ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ് താത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കുമെന്ന്. അപ്പോൾ എന്നെ ഒന്ന് കൈകാട്ടി വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സെക്രട്ടറി ആയതൊക്കെ ഞാൻ അറിഞ്ഞു, എല്ലാ ആശംസകളും എന്ന്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് പോലും അറിയാൻ മേലായിരുന്നു. എങ്കിൽ ഈ കേരളത്തിൻ്റെ വ്യക്തിബന്ധങ്ങളെ പോലും ശ്രദ്ധിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി സഭയുടെ കാര്യത്തിൽ കുറെ കൂടി ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ നിങ്ങളേവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. ശ്രീ ചെറിയ ഈവന്റ് ആളെ നിങ്ങൾക്ക് പലർക്കും പരിചയമാണ്. 19 വന്നാൽ കേൾക്കുന്ന പേരുകളിൽ ഒന്ന് ശ്രീ ചെറിയ ഈവന്റേതാണ്. വൈദിക സമൂഹത്തിന്റെ മുമ്പിൽ ഫിലോക്കാലിയ എന്ന് പറയുന്ന പുസ്തക സമുച്ചയം ഒരു കണക്കിന് പറഞ്ഞാൽ
തുച്ഛമായ വിലക്ക് അല്ല, അതിന് കാത്ത് ഒരു നോമിനൽ പ്രൈസിന് എത്തിക്കാൻ സാധിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തി, അതിനപ്പുറത്ത് മറ്റ് ചില ലിറ്ററേച്ചറുകൾ കൂടി മലയാളത്തിലേക്കാക്കി കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതിനുമപ്പുറത്ത് പോത്തൻകുളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സാമ്പത്തികമായി അങ്ങേയറ്റം സഹകരിക്കുന്ന വ്യക്തി. ഇതൊക്കെയാണ് ശ്രീ ചെറിയാനീപ്പൻ എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു. ശ്രീ ചെറിയാനീപ്പനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, കോളേജ് ബഹുമാന്മാരെ, സിസ്റ്റേഴ്സ്, വിവിധ ഇടങ്ങളിൽ നിന്ന് പെരുന്നാളെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കും. പരിശുദ്ധ ഭാവാന്തര മനസ്സുകൊണ്ടാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. ഉപചാര വാക്കുകൾ പ്രത്യേകിച്ച് ആവശ്യമില്ല. മലങ്കര സഭയുടെ വലിയ ഇടയൻ പരിശുദ്ധ ഭാവാന്തര മനസ്സുകൊണ്ട് തന്റെ ഗുരുഭൂതൻ കൂടിയായ ജോഷുവാച്ചന്റെ ശതാഭിഷേക മംഗള യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നു. പ്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായി. ഉപേക്ഷിതരായിരിക്കുന്ന അഭിവന്യ തിരുമേനിമാരെ, മലങ്കര സഭയുടെ ഓമനപുത്രനും കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സകല വിധ സമൂഹത്തെയും ഒരുമിച്ച് നയിക്കാൻ തക്കവണ്ണം പ്രാപ്തനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, മോസ്കോയിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന് ഇതിനെ മംഗളകരമാക്കി തീർക്കുവാൻ തന്നെ കടന്നു വന്നിരിക്കുന്ന മിസ്റ്റർ ചെറിയാനീപ്പൻ, വൈദിക ശ്രേഷ്ഠരെ, പ്രഭാഷന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈ സന്ധ്യ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ബാബാജി തിരുമേനിയുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏറെ സന്തോഷിക്കുകയും ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ സമയത്ത് മലങ്കര സഭയ്ക്ക് എപ്പോഴും എല്ലാ സമയത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ ഗുരുഭൂതനും കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവാച്ചൻ്റെ ശതാഭിഷേക സമ്മേളനം, അത് ഇന്ന് ഇവിടെ നാം ആഘോഷിക്കുകയാണ്. മലങ്കര സഭയിൽ പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഓരോ വ്യക്തിത്വത്തിനും ദൈവം ഓരോ വിധത്തിലുള്ള നെൽവരങ്ങളാണ് കൊടുക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജോഷുവാച്ചന്റെ ദൈവം നൽകിയിരിക്കുന്ന നെൽവരം എന്ന് പറയുന്നത് അത് ഏറെ സമൂഹത്തിനും മലങ്കര സഭയ്ക്കും അനുഗ്രഹീതമാണ്. പല വിധത്തിലുള്ള കഴിവുകളും നെൽവരങ്ങളും ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അരനൂറ്റാണ്ടിലധികം വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ഒരു ആചാര്യൻ. ഒരു തവണ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രസംഗങ്ങളും ശ്രമിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാത്ത നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു മുദ്ര കുത്തിയതുപോലെയുള്ള നിലയിൽ ചിന്തകൾ സന്നിവേശിപ്പിക്കുവാൻ കഴിവുള്ള പിതാവ്. നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് 84 വയസ്സായി എന്ന് പറയുമ്പോൾ ആയോ അങ്ങനെ പറയുന്നത് ശരി തന്നെയാണോ എന്നൊരു പക്ഷെ വിചാരിക്കുമായിരിക്കും. ഇപ്പോഴും ഒരു യുവത്വം അദ്ദേഹത്തിൻ്റെ മുഖത്തും അദ്ദേഹത്തിൻ്റെ ചിന്തയിലും വാക്കുകളിലും ഒക്കെ മറഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുസ്മേരവതനായി എല്ലാവരോടും സൗഹൃദം പുലർത്തി മലങ്കര സഭയ്ക്ക് എല്ലാ വിധത്തിലും നേതൃത്വം നൽകുന്ന
മാതൃകാപരമായ വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വിശാല ഹൃദയമുള്ള ബഹുമാനപ്പെട്ട ജോഷ് വാച്ചനെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ഒരു പ്രചോദനമാകാൻ തക്കവണ്ണം, അനുകരിക്കാൻ തക്കവണ്ണം ഒരു മാതൃകയുള്ള ജീവിതം നയിച്ച് ദൈവം അദ്ദേഹത്തെ ഇത്രത്തോളം നടത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ വന്യപിതാവിനെ നാം പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുകയും ശിഷ്ടായുസ് എല്ലാ വിധത്തിലും അനുഗ്രഹീതമായ വിധത്തിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം ധാരാളമായി ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് അച്ഛനോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നാണ് എൻ്റെ വിചാരം. എല്ലാ ഞായറാഴ്ചകളിലും മലയാള മനോരമയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നാം വായിക്കാറുണ്ട്. അത് മുഖാന്തരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന വലിയ ഉന്മേഷവും പ്രചോദനവും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനൊക്കെ അത് പലപ്പോഴും പ്രയോജനകരമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും നാനാജാതി മതസ്ഥർക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, വാക്കുകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ വഴികാട്ടിയായി തീരുന്നു. അതിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ബഹുമാനപ്പെട്ട അച്ഛനെ ദീർഘായുസ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗയുടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രത്യേകമായ സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടി നമ്മൾ ആദരിക്കുന്ന ബഹുമാനായ വിശ്വാസൻ ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്ന അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനി, ഉപകാര സമർപ്പണം നടത്തുന്ന അഭിമന്യനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി, അഭിമന്യനായ യുഹാനന്മാർ പോളിക്കാർപ്പസ് തിരുമേനി, അഭിമന്യനായ സക്രിയാസ് മാർ അന്തോനിയോസ് തിരുമേനി, ഡോക്ടർ ചെറിയാനിയപ്പൻ, റവൻ ഫാദർ തോമസ് വർഗീസ്, റവൻ ഫാദർ മാത്യു കെ ജോൺ, മറ്റ് ബഹുമാന്യരായ വൈദികരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മലങ്കര സഭയുടെ അഭിമാനമായ അഭിമന്യ ടി ജെ ജോഷുവ അച്ഛൻ്റെ അഭിഷേക അവസരത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന്, അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നതിന് നമ്മളെല്ലാവരും ഇവിടെ എത്തുകൂടിയിരിക്കുകയാണ്. ജോഷുവ അച്ഛൻ എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അത്ഭുതമാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ തൻ്റെ പ്രായമോ ആരോഗ്യമോ സ്വകാര്യ ദുഃഖങ്ങളോ എല്ലാം അതിജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ആത്മവിശ്വാസം പകരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജോഷി അച്ഛൻ. അച്ഛന് പ്രവർത്തിച്ചിട്ടുള്ള മേഖലകളിലെല്ലാം അദ്ദേഹത്തിന് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയമില്ല. എല്ലാ കാര്യങ്ങളിലും വ്യക്തതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിന്. ഞാൻ ഈ പാമ്പാടി ദേറായുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ എനിക്കത് നേരിട്ട് ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ സഭയ്ക്ക്, ഈ സമൂഹത്തിന്, നമ്മുടെ നാടിന് വളരെയേറെ നന്മകൾ
പകർന്നു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ, ലേഖനങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെയെല്ലാം അച്ഛന് ആ രംഗത്തൊക്കെ വളരെയേറെ വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ അച്ഛന് എല്ലാവിധ ആളുകളും അദ്ദേഹത്തിന് ഇനിയും വളരെ നാളുകൾ നമുക്ക് ഈ സമൂഹത്തിന് വളരെയേറെ വിലപ്പെട്ട സംഭാവനകൾ നൽകി, ഉപദേശങ്ങൾ നൽകി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പാപ്പാടി തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛന് ഇങ്ങനെയൊരു സ്വീകരണം നൽകാൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായ തീരുമാനം. അച്ഛന് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വളരെയേറെ പ്രവർത്തന രംഗങ്ങളിൽ വളരെ സജീവമായി നേതൃത്വം നൽകിയിട്ടുണ്ട് അച്ഛൻ. അമ്പാടി തിരുമേനിയുടെ അനുഗ്രഹം അത് നമുക്കെല്ലാം ഈ അവസരത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ നേരുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഉപഹാരം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കിറിൽ പാത്രിയാർക്കീസ് ബാവ ചെറിയാച്ചായൻ വക വശം കൊടുത്തയച്ചിട്ടുണ്ട്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കുന്നതാണ്. അടുത്തത് ഒരു ഭക്തിഗാനം ആണ്. ദയവായ ഭക്തിഗാനം ആലപിക്കുന്നത്. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷത്വം അലങ്കരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ തിരുമേനിമാരെ, സദാഭിഷിക്തനായ ബഹുമാനപ്പെട്ട ടി ജെ ജോഷ് അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ദൈവജനങ്ങൾ, അച്ഛൻ എൻ്റെ ഡയസിസിലാണ് പ്രാർത്ഥി നിലയ്ക്കൽ പോന്നി. രണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ ഡെക്കൺ ബാങ്കിൽ പോന്നി ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോൾ അച്ഛൻ്റെ കസിൻ ബ്രദർ ജോർജ് തെക്കിടത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ട് ജോലി ചെയ്തത്. വളരെ അടുപ്പമുണ്ട്. എനിക്കൂടെ വന്ന് പ്രസംഗിക്കുക എന്നുള്ളത്, സംബന്ധിപ്പാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. Every man has a dreamland. He lives in constant fear that his dream may clash with reality and be broken. Happy is the man who feels that, on the whole, the reality has corresponded to his dream. KPS Vermont തൻ്റെ മെനി വേൾഡ്സ് റീവിസിറ്റഡ് എന്ന പുസ്തകം ആരംഭിക്കുന്നത് ഈ വാചകത്തിലൂടെയാണ്. എല്ലാ മനുഷ്യർക്കും സ്വപ്നം ഭൂമിയുണ്ട്. എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട്, ഇത് സാധിക്കുമോ, അതോ കുമള പോലെ പൊട്ടിപ്പോകുമോ എൻ്റെ സ്വപ്നം. ആരാണ്
സന്തോഷമുള്ള ഒരളവിലെങ്കിലും ആ തരത്തിൽ ഡ്രീം സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു ജീവിതത്തിൽ നിന്ന് അനുഭവമുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് കർത്താവ് കൊടുത്ത ഡ്രീമാണ് കർത്താവിൻ്റെ ഡ്രീം. അച്ഛൻ്റെയും സ്വപ്നം ദൈവരാജ്യ പ്രവർത്തനത്തിൽ മുൻപോട്ട് പോകുമ്പോൾ വളരെയധികം പ്രയാസങ്ങളുണ്ട്. വലിയ സുവിശേഷ പ്രസംഗനായ സ്റ്റാൻലി ജോൺസിനെ നമുക്ക് പരിചയപ്പെടുവാനാണ്. എന്നാൽ ഹൈദരാബാദിലെ ഒരു മെത്തഡിസ്റ്റ് പള്ളിയിൽ ഇതുപോലുള്ള റെയിലിങ്സിൽ ഒരു സായം സന്ധ്യയിൽ അദ്ദേഹം മുട്ടുകുത്തി പറഞ്ഞു, എനിക്ക് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന സംശയമാണ്. എൻ്റെ ശക്തി ചോർന്നു പോകുന്നത് പോലെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആദാസിനെ ശക്തീകരിച്ചു. അവിടെ നിന്ന് എഴുന്നേറ്റ മനുഷ്യനെയാണ് പരിചയം. അച്ഛൻ്റെ ജീവിതത്തിൽ കർത്താവ് വിളിച്ച് ഏറ്റവും മഹത്വപരമായ ശുശ്രൂഷയേൽപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ സാധാരണക്കാർക്കൊന്നും പിടിച്ചു നിൽക്കാവുന്ന ശോധനകളിലൂടെയല്ല, അനുഭവങ്ങളിലൂടെയല്ല അച്ഛൻ കടന്നു പോകേണ്ടി വന്നതെന്ന് നമുക്കറിയാം. അവിടെയെല്ലാം ദൈവത്തിൽ ശരണപ്പെട്ട് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി, ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് അവിശ്രമം പോരാടിയാണ്. മനുഷ്യന് ദർശനമുണ്ടാകുന്നത് ഉദയത്തിലും ഉപജയത്തിലുമല്ല. ഉപജയം എന്ന വാക്ക് നമ്മൾ വളരെ ഉപയോഗിക്കാറുണ്ട്. ഉപജയം എന്ന് പറഞ്ഞാൽ കൂട്ടി വയ്ക്കുക, ഐശ്വര്യം. ഉദയത്തിലും ഉപജയത്തിലുമല്ല മനുഷ്യന് ദർശനമുണ്ടാകുന്നത്, അസ്തമയത്തിലും അപജയത്തിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തെ അസസ് ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ പൂർണ്ണ വിരാമത്തിലേക്ക് ആ ജീവിതം നീങ്ങുകയാണെന്ന് സന്ദേഹിക്കുന്ന ഘട്ടത്തിലാണ് ആ ജീവിതത്തിൻ്റെ ആകമാനമായ ആസകലമായ വിലയിരുത്തൽ സാധ്യമാവും. എന്നാൽ ഞങ്ങൾ ഇപ്പോഴേ വിലയിരുത്താൻ തുടങ്ങിയത് അച്ഛന് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ ഒരു ഭൂമിയുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ അസസ്മെന്റ് നടത്തിയത് അച്ഛൻ ഇനിയും വർഷങ്ങൾ ദൈവം അനുവദിക്കും, പ്രയോജനമുള്ള ഒരു ജീവിതം. അതുകൊണ്ട് തന്നെയായിരിക്കാം ലോയൽറ്റി പ്രകൃതികൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ ക്ഷേമമുക്തതയുള്ള വേദിയിൽ നിന്നുകൊണ്ടാണ് ചരിത്ര ദർശനങ്ങൾ അവതരിപ്പിച്ചത്. നമുക്കെപ്പോഴും നല്ല കാലമായി ദൈവത്തെ വിളിക്കുന്നതിനെ അതിനാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച പീഡാനുഭവം അതൊരു വശം ഇങ്ങനെ കിടക്കും. ദൈവം പീഡയെല്ലാം അനുഭവിച്ചുള്ളൂ. പീഡാനുഭവങ്ങളെ മഹത്വീകരിച്ച കർത്താവിൽ ശരണപ്പെട്ടു ജീവിതത്തിൽ അനുഗ്രഹീതനായി മുമ്പോട്ട് പോകുന്ന ജോഷുവ അച്ഛൻ നമുക്ക് ഒരു ചെറിയ മാതൃകയാണ്. വലിയ ഒരു പ്രത്യാശയുടെ ഗോപുരമാണ്. നമുക്കത് ഓർത്ത് ഈ സമയത്തും എല്ലാ സമയത്തും ദൈവത്തെ സ്തുതിക്കുക. നടക്കുന്ന പാത നമ്മുടേത് മാത്രമല്ല, എത്രയോ ആളുകൾ ഇതിനു മുമ്പേ നടന്നിരിക്കുന്നു. ചിലർ ശബ്ദ കോലാഹലത്തോടെ പോകുന്നവരാണ്, ചിലർ നിശബ്ദരായിരിക്കുന്നു, ചിലർ ഏകാന്തപഥികരാണ്, ചിലർ കൂട്ടത്തോടെ നീങ്ങുന്നു, ചിലർ സന്താനമുഖരായി നീങ്ങുന്നവരാണ്, ചിലർ സന്തോഷത്തോടെ പോകുന്നവരാണ്. നമ്മൾ ശ്രദ്ധാലുക്കളാണെങ്കിൽ ചിലരുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ മാറ്റൊലിക്കൊള്ളുന്നുണ്ട്. നാം സൂക്ഷ്മദൃക്കുകളാണെങ്കിൽ ഈ ജീവിതപാതയിലുള്ള കാലടികൾ നമുക്ക് കാണാൻ സാധിക്കും. അച്ഛൻ ഇപ്പോൾ നമ്മോട് കൂടെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് 1000 ആരോഗ്യ സൗഖ്യം നേരുകയാണ്. യേശു ചങ്കുലഞ്ഞ് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ വാചകങ്ങളാണ്. അതിലാദ്യ അത്താഴ സമയത്ത് ഒരുവനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടത്, മനുഷ്യപുത്രൻ പോകുന്നു സത്യം, അവനെ കാണിച്ചു കൊടുക്കുന്നവനായോ കഷ്ടം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നുള്ളതായിരുന്നു. എൻ്റെ മിനിസ്ട്രിയിൽ അച്ഛനായിരിക്കുമ്പോൾ ഒരുപാട് പേരല്ലെങ്കിൽ ഏതാനും അപ്പന്മാർ വീട്ടിൽ നിന്ന് വിസിറ്റ് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞാൽ അച്ഛനും നിന്നാട്ടേക്ക് വരും. അപ്പോൾ അമ്മയെ തിരികെ പോകും. അപ്പൻ ഇറങ്ങി വന്ന് പറയുന്നു, എൻ്റെ ഈ മൂത്ത മകൻ ജനിക്കാതിരുന്നെങ്കിൽ ഉള്ളതാണ്. ജൂഡസ് refused to be shaped by the master. ദൈവത്തിൻ്റെ
ദൈവപുത്രന്റെ സർവശക്തി കുറവുണ്ടല്ലോ യൂദ മാനസാന്തരപ്പെടാൻ. അന്ത്യസമയത്ത് നോക്കിയതാണ്. ടാപ്പിംഗ് upon the potential goodness of Judas. സ്നേഹിത, നീ വന്ന കാര്യം രക്ഷപ്പെടുത്തി. അവൻ മറുതലിച്ച് കുതറി മാറില്ല. ഒരു സ്പേസ് ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛന് ദൈവം കൊടുത്തപ്പോൾ തമ്പുരാൻ സ്വർഗം സന്തോഷിക്കുന്നു. ഈ അച്ഛന് ഞാൻ ഈ ഭൂമി വധിച്ചു കൊടുത്തത്, ഇവിടെ നിൽക്കാനിടവന്നത്, ജന്മം കൊടുത്തത് എത്ര നന്നായി. ഇത് സ്വയശോധനയുടെ അവസരമാണ്. അച്ഛനെ കുറിച്ച് പറഞ്ഞ പുകഴ്ത്തി പറഞ്ഞ് പോകാനല്ല. ഞാനൊരു സ്പേസ് ഇവിടെ ഓക്കുപ്പൈ ചെയ്യുന്ന ദൈവം എനിക്ക് ആ ഭൂമി തന്നുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ദൈവം തമ്പുരാനെ തുറന്ന ഇവന് ജന്മം കൊടുത്തത് നന്നായി. ടു ലിവ് സോ ആസ് ടു ബി ബെസ്റ്റ്. പോയെന്ന് തോന്നുന്നു. നമുക്ക് കർത്താവിന് ദുഃഖം വരുന്ന തരത്തിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പാടില്ല. നമുക്ക് മുൻപേ കടന്നുപോയ പലരും തന്നെ ശ്രദ്ധാലുക്കളായോ. അവരെല്ലാം യജ്ഞിച്ചത്, കഷ്ടപ്പെട്ടത്, ത്യാഗം സഹിച്ചത് സഹയാത്രികർക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ വെട്ടം മൺചിരാതുകൾക്ക് കത്തിച്ചു വയ്ക്കുന്നതിനാണ്. സൺഡേ സപ്ലിമെന്റിൽ അച്ഛൻ്റെ ചിന്താ വിഷയത്തിലൂടെ എത്രയോ ആളുകളാണ് ജീവിതം ഒടുക്കിക്കളയാമെന്ന് ചിന്തിച്ചവർ വിടന്ന് എഴുന്നേറ്റ് മുൻപോട്ട് പോകുന്നത്. അവൻ പോയ വഴി പോകണം. ചിലരുടെ രീതിയാണ് എനിക്ക് സ്വർഗത്തിൽ പോകും. അതല്ല അച്ഛൻ്റെ രീതി. ദൈവം തമ്പുരാൻ അച്ഛനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ്. അവനിത് വഴിയിലും പോട്ടെ, ഞാൻ രക്ഷപ്പെടുകയല്ല. തൻ്റെ ജീവിതത്താൽ അനേക ജീവിതങ്ങൾ സമ്പന്നമാണ്. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ സമ്പന്നരാണ്. അതിനുവേണ്ടി അച്ഛൻ ഇപ്പോഴും അക്ഷീണ പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം? എൻ്റെ മനസ്സിൽ ഒരു ബന്ധത്തെക്കുറിച്ചൊരു ചിത്രം വരുന്നു. അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അച്ഛൻ ഈസ് എ ഡെഡിക്കേറ്റഡ് മാൻ. അർപ്പിത മാനസൻ, സമർപ്പിക്കപ്പെട്ട മനുഷ്യൻ. ആ ആള് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ മറുപടി? ഡെഡിക്കേറ്റഡ് മാൻ ഇസ് ദ വൺ ഹു ഈസ് ക്ലോസ് ടു ഗോഡ്, ക്ലോസ് ടു മാൻ ആൻഡ് ക്ലോസ് ടു നേച്ചർ. ദൈവത്തോട്, മനുഷ്യരോട്, പ്രകൃതിയോട് അടുത്തിരിക്കുന്നതാണ് ദൈവ മനുഷ്യൻ. ദൈവത്തോട് അച്ഛൻ അടുത്തിരിക്കുന്നു. മനുഷ്യന്റെ കൂട്ടായ്മയിൽ സന്തോഷിച്ചിട്ടാണ് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ജോഷുവ അച്ഛൻ. ഇപ്പോൾ ബന്ധങ്ങൾക്ക് ആഴമില്ല. കുട്ടനാടൻ പാടങ്ങളിൽ തൂങ്ങിയ മനുഷ്യ പ്രയത്നം സ്വർണമായി മെതിക്കളത്തിൽ കുന്നുകൂടുമ്പോൾ അതിനെ അറയിൽ അടയ്ക്കുന്നതിന് മുമ്പ് ദരിദ്രന് വേണ്ടി അളന്നു മാറ്റിയ രണ്ടിടങ്ങളിൽ തകഴിയുടെ കൃതിയിൽ ഞാൻ ആ പടിഞ്ഞാറുകാരനാണ്. എൻ്റെ ജന്മം. അദ്ദേഹം രണ്ടിടങ്ങളിൽ ആമുഖം എന്നോണം ഒരാളെ ചിത്രീകരിക്കുന്നുണ്ട്. അത് തൻ്റെ അച്ഛൻ്റെ വിശ്വസ്ത ഭൃത്യതയെക്കുറിച്ച്. ആ ഭൃത്യൻ തൻ്റെ യജമാനന് ഒരു ആൺകുട്ടി ഉണ്ടായെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചെന്നാൽ അന്നത്തെ കാലത്ത് തൊടാനൊന്നും അനുവാദമില്ല. അമ്മ ഈ കുട്ടിയെ ഒരു പാവിരിച്ച് മുറ്റത്ത് കിടത്തിയിട്ട് അകത്തേക്ക് പോയപ്പോൾ അടുത്ത് ചെന്നു ആരുമില്ലെന്ന് ഉറപ്പാക്കി തൊട്ടു. അതിനെ കൈയെടുത്ത് ചുംബിക്കാൻ പോയപ്പോൾ ഒരലർച്ച, ആരട. അത് തൻ്റെ യജമാനന്റെ ശബ്ദമായിരുന്നു. തൻ്റെ കയ്യിൽ നിന്ന് കുട്ടി താഴെ പോയ കുട്ടികൾ തകഴി ശിവശങ്കരല്ല. എന്നാൽ തകഴി പറയുന്നത് തൻ്റെ അച്ഛൻ ആദ്യമായി കരഞ്ഞു കണ്ടത് ഈ മടിയത്ര കുഞ്ഞേപ്പനെ മണ്ണിൽ വയ്ക്കുമ്പോൾ. ഇതാണ് ബന്ധം, മനുഷ്യ ജീവിതത്തിൻ്റെ ബന്ധം. എൻ്റെ അച്ഛൻ ധീരനെങ്കിലും എൻ്റെ അച്ഛൻ ആദ്യമായി കരഞ്ഞു കണ്ടത് തൻ്റെ വിശ്വസ്ത കൃത്യം മടിയത്ര കുഞ്ഞേപ്പനെ
കുഴിയിൽ വയ്ക്കുകയാണ്. ജോഷുവ അച്ഛൻ ദൈവത്തോട് ബന്ധമുള്ളയാണ്. ആ ബന്ധം ശരിയെങ്കിൽ എക്സ്പ്രഷൻ ശരിയായി. ഇപ്പോൾ ആളുകൾക്ക് അച്ഛനൊക്കെ അവിടെ ഇവിടെ ചില കഥകളിൽ പഠിക്കുന്ന പോലെ ഭർത്താവ് വരുമ്പോൾ എങ്ങനെ ചായ കൊടുക്കണം, ഇതുപോലൊരു വികൃത ഇടപാടില്ല. ബന്ധം ശരിയായെങ്കിൽ എന്തോ ചായ, ആ ചായ കൊടുക്കുന്നത് ശരിയായി. If the relationship is good, expression is excellent. ഇതിൻ്റെ പ്രത്യേക പഠിത്തമൊന്നും ആവശ്യമില്ല. ദൈവം തമ്പുരാനുമായിട്ടുള്ള അച്ഛൻ്റെ ബന്ധം വളരെ വലുതാണ്, ആഴമുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രകാശനങ്ങളെല്ലാം സൂപ്പർ എക്സലൻ്റ്. നമ്മുടെ ബന്ധം ഡിഫക്റ്റീവ് ആണെങ്കിൽ എക്സ്പ്രഷനും ഡിഫക്റ്റീവ് ആണ്. അച്ഛൻ ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, മനുഷ്യനോട് നല്ല ബന്ധം, പ്രകൃതിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രത്തിനുള്ളിൽ പ്രവേശിച്ച ചരിത്രം സൃഷ്ടിച്ചതാണ്, യാതൊരു സംശയം. സാധാരണ കാര്യങ്ങളിൽ അസാധാരണ കണ്ടെത്തുന്നവരാണ് ജോഷുവ അച്ഛൻ. ഈ ലോകത്തിൽ താൻ ജീവിച്ച തൻ്റെ ജീവിതത്തിലൂടെ, ജീവിതത്തിൻ്റെ സംഭാവനകളിലൂടെ ലോകം തനിക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ ലോകത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ വിശേഷിക്കുന്നു? ജനനം, പിന്നെ മരണം, അതായിട്ടും സ്റ്റോറി കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം വലിച്ചു പറയുന്നതാണ്. ഇതാണോ ജീവിതം? Death is not cessation of breath. Death is breaking of relationship. മരണം ശ്വാസം നിൽക്കുന്നതല്ല, കാറ്റ് പോയെന്നാണ് പറയുന്നത്, അതല്ല മരണം. അതുകൊണ്ടാണ് ജീവനോടെ ഒരുത്തൻ കയറി വരുമ്പോൾ അപ്പൻ പറഞ്ഞു, ഈ എൻ്റെ മകൻ മരിച്ചു, ഇപ്പോൾ ജീവിക്കും. ദൈവത്തോട് ബന്ധം പുലർത്തി മനുഷ്യനോടുള്ള ബന്ധത്തിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോകുന്ന അച്ഛൻ്റെ ഈ ഭൂമിയിലെ സാന്നിധ്യത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. ഒരു സജീവ സാന്നിധ്യം. ലോകം തന്നെ തന്നോട് കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ പറയുകയാണ്. അച്ഛൻ വിനയാനതനായൊരു ദൈവവേലക്കാരൻ. എന്നാൽ നമുക്കറിയാം, തൻ്റെ ജീവിതത്തിൽ 84 വർഷം പിന്നിടുമ്പോൾ തൻ്റെ സംഭാവനകളിലൂടെ, ജീവിതത്തിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ ഈ ലോകം തന്നെ തന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും പ്രയോജനകരമായ ഒരു ജീവിതം അച്ഛൻ വിശ്വസിക്കുന്നുണ്ട്. മറ്റു മനുഷ്യരായാലേ എനിക്കും മനുഷ്യനായി ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സൺഡേയിൽ ഓരോ ആഴ്ചയിൽ എഴുതാൻ സാധിക്കുന്നത്? അത്ര ഈസി. ഓരോ ഞായറാഴ്ചയും എഴുതണമെങ്കിൽ ഒരു ഭയങ്കര ഉൾപ്രേരണയാണ്. ആ പ്രേരണ ഇതാണ്: ജീവിത പ്രവാഹത്തിൻ്റെ സൈഡിലിരിക്കുന്നിട്ടാണ്. ഒരുത്തൻ നശിച്ചു പോയാൽ പോകട്ടെ എന്നല്ല, അവൻ്റെ ജീവിതം സമ്പന്നമാകണം. ക്രിസ്തുവിൽ നിന്ന് ചിന്ത കൊണ്ടാണ്, അപാരമായ ഉൾപ്രേരണ കൊണ്ടാണ് അത് സാധിക്കുന്നത്. വിഘ്നം കൂടാതെ ഞായറാഴ്ചയിൽ ആ ചിന്താ വിഷയം പുറത്തു വരിക. അച്ഛൻ്റെ വിശ്വാസം ഇതാണ്: മറ്റു മനുഷ്യരായാലേ എനിക്കും മനുഷ്യനായി ജീവിക്കാൻ സാധിക്കും. അച്ഛന് ഐശ്വര്യം വന്നപ്പോൾ ഇതൊക്കെ തന്നെ മതിയുടെ ധാരാളം കാല് നിലത്തായിരിക്കും. സഭ മുഴുവൻ ഒരു അച്ഛനെ ശതാഭിഷക്തനെ അനുമോദിക്കും. ഇതൊക്കെ എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യും? അതിൻ്റെ കാരണം ഐശ്വര്യം വരുമ്പോൾ ചിലരുടെ കണ്ണുകൾ മുകളിലോട്ടേ താഴേക്ക്, അവരുടെ താഴോട്ടുള്ള നോട്ടവേ അച്ഛനല്ല, മുകളിലോട്ട് നോക്കി ശക്തി പ്രാപിക്കും. താഴെയുള്ള മനുഷ്യനെ ലോകത്തെയും കർത്താവ് കണ്ടതുപോലെ കാണുന്നതിന് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൽ വന്നപ്പോൾ കാട്ടിക്കട വ്യത്യാസമില്ല. തിമ്മായിയുടെ മകനായ ഭക്തിമായുടെ ഭിക്ഷക്കാരൻ അതിലൂടെ കണ്ണുപൊട്ടണം. എന്തു വിലയാണ് ലോകത്തിൽ? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവിൻ്റെ മുന്നിൽ നിന്നവൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജഡം ധരിക്കുകയാണ്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യം. അച്ഛൻ മുകളിലേക്ക് നോക്കി ശക്തി പ്രാപിക്കും. താഴെ മനുഷ്യനെ യേശു കണ്ട രീതിയിൽ കാണുവാൻ അച്ഛൻ ഇന്നും സാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു
ബാരോമീറ്റർ ഉണ്ടെങ്കിൽ മതപരമായ ജീവിതത്തിന് അത് ക്ലേശമാണ്. പിതാവിന് തന്നെ പുത്രന്റെ ജീവിതത്തെക്കുറിച്ച് ഈ ലോകത്തിൽ അയച്ചപ്പോൾ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, പുത്രനെങ്കിലും അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് ദൈവത്തിന് തോന്നുന്നു. എന്നെയും നിങ്ങളെ അത്രയും കഷ്ടങ്ങളിലൂടെ വിടാത്തത് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല എന്ന് ദൈവത്തിന് തോന്നുന്നു. അച്ഛൻ പോയ അനുഭവങ്ങളിലൂടെ ഒരു അച്ഛനും പോലും എത്താനും പോയാൽ എവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശാരീരിക ബലഹീനത, ക്യാൻസർ, അത് കഴിഞ്ഞപ്പോൾ ആകസ്മികമായി ദൈവം തൻ്റെ ജീവിതപാതയെക്കുറിച്ച് സാധാരണയുടെ തിരോധാണ്. അവിടെയൊക്കെ പതറാതെ ഇടറാതെ നിൽക്കാൻ സാധിച്ചത് പീഡാനുഭവങ്ങളെ മുഖത്തുവരിച്ച് കർത്താവിൻ്റെ ഊഷ്ണികളിലേക്കുള്ള നോട്ടം മാത്രം. In some hearts, the conflict cannot cease, and they are the sick world's factory of peace. ഒരു മാറ്റൊരു വെല്ലുവിളി ചന്തയാണ്. വരുന്ന ആളുകളെല്ലാം ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആശ്വാസം. ഒരു ഡിലൈറ്റ്ഫുള്ളി നോക്കിയപ്പോൾ ചെറുക്കൻ ഈ വല്യമ്മയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, വല്യമ്മ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ ഞാൻ നോക്കിയിട്ട് ഒരു ഹൃദയത്തിൽ എപ്പോഴും ഒരു പിടച്ചിലുള്ള പോലെയാണ് കണ്ണിലേക്ക് തന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, കുഞ്ഞെ നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ നിരന്തരമായി എൻ്റെ ഹൃദയത്തിൽ ഒരു അകവാട് കിട്ടുകയും വിശുദ്ധ കന്യകമറിയവരോട് വയസ്സനായ ശ്രീമോദിക്കാരെ ഓർമ്മിച്ചു, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാർത്ത. ഇന്ന് മനുഷ്യർക്ക് അതിനൊന്നും ഇഷ്ടമില്ല. വല്ലവരും വേണ്ടി എൻ്റെ ഹൃദയത്തിൽ വാൾകടക്കുക, എൻ്റെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അടിയിൽ തീ ആളിക്കത്തുന്നു. MT വാസുദേവൻ പറയുന്നത് ശരിയാണ്. സ്വന്തം ഹൃദയത്തിൽ തീ ആളിക്കത്താത്തവർ അയൽപക്കത്തെ ആളിൻ്റെ വീട്ടിലെ തീ കെടുത്തുവാൻ സാധിക്കുകയില്ല. യേശു കർത്താവിൻ്റെ ഹൃദയം, വിശുദ്ധ കന്യകമറിയയുടെ ഹൃദയം. In some hearts the conflict cannot cease, and they are the sick world's factory of peace. ചില ഹൃദയങ്ങളിൽ ഈ ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായ അസ്വസ്ഥത നീങ്ങില്ല. അച്ഛന് ആശംസയായിട്ട് തന്നെ കൊടുക്കട്ടെ, അച്ഛൻ്റെ ഹൃദയത്തിൽ അപ്പടച്ചിൽ തീരാതിരിക്കട്ടെ. എന്തിന് ഞങ്ങൾക്കൊക്കെ ആശ്വാസപ്രദനായി തുടർന്നും അച്ഛൻ ഇരിക്കുന്നതിന്. ഒരു കാര്യം കൂടെ ചോദ്യരൂപത്തിൽ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്തിനാണ് ആയുസ്സിനോട് സംവത്സരം കൂട്ടിത്തരുന്നത്? 84 വയസ്സായല്ലോ. ദൈവം തമ്പുരാൻ മറുപടി, these years must bring an increasing serenity to your life. അച്ഛൻ്റെ ജീവിതം ശാന്തമാണ്. എന്നാൽ ഓരോ വർഷം കഴിയുമ്പോൾ കൂടുതൽ ഒരു സെറനിറ്റി ആ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനാണ് ആയുസ്സിനോട് സംവത്സരം കൂട്ടിത്തരുന്നത്. These years must bring an increasing tolerance to your life. ഈ ഇന്ത്യയിൽ തന്നെ പ്രശ്നം സഹിഷ്ണുതയില്ല, വിവാഹമോചനമുള്ള സഹിഷ്ണുതയില്ല. എന്തിനാണ് അൽഫോൻസായ വിശുദ്ധയാക്കിയെന്ന ഒരു ബിഷപ്പാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു ബിഷപ്പ് ഹരിതരൂപത്തിൽ പറഞ്ഞു, ഒന്നും ചെയ്യാതിരുന്നതിനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൻ്റെ വേദന യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ വേദനയോട് ചേർത്ത് വെച്ച് സഹനം അതിൻ്റെ മഹത്വം ലോകത്തെ പഠിപ്പിച്ചതാണ്. അതിനുള്ള അംഗീകരണമാണ് ഇന്ത്യയുടെ വിശുദ്ധ സഹന പുഷ്പമാണ് അൽഫോൻസോ. ഈ കുറച്ച് സ്ത്രീകൾക്ക് നിരവധി പുരുഷന്മാർക്കുണ്ടായിരുന്നത് എത്രയോ വിവാഹം നന്നായി പോയി. അച്ഛൻ്റെ വയസ്സിനോട് കൂട്ടിക്കൊടുക്കുകയാണ്, ഇനിയും കൊടുക്കട്ടെ. കൂടുതൽ സഹിഷ്ണുത. മൂന്നാമതായി, എന്തിനാണ് വർഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നത്? These years must bring an increasing conviction of the triumphant adequacy of the grace of Jesus Christ. തന്നെ നടത്തിയ ദൈവകൃപ
ഭാവി ജീവിതത്തിൽ മതിയായുള്ള വിശ്വാസം ദൃഢീകരിക്കുന്ന സമയമാണ് ശതാഭിഷേക. ഈ ആഘോഷത്തിൻ്റെ അവസരങ്ങളെല്ലാം തന്നെ അച്ഛനോട് ഉപദേശിക്കേണ്ട കാര്യമില്ല. സഭയോട് തന്നെ വലിയ ഉപദേശം മാനുവാൻ അച്ഛനെ എന്ന് ഉപദേശിക്കും. എങ്കിലും വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു പറയുന്നു, the best is yet to be. Grow old gracefully, അച്ഛൻ. Teenage Joshua അച്ഛൻ, grow old gracefully, thinking that the best is yet to be. ഇനിയും ദൈവകാര്യങ്ങൾ പ്രാപിക്കാതിരിക്കുന്നതാണ് പ്രാപിച്ചതിനേക്കാൾ കൂടുതൽ അഭികാമ്യം. അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് അനുഗ്രഹീതനായി മുമ്പോട്ട് പോകും. അച്ഛൻ എങ്ങനെ വിശേഷിപ്പിക്കും? ആ വിശേഷണം ഇങ്ങനെ ഞാൻ സംഗ്രഹിക്കും. വറുതിയിൽ വാടാത്ത ജീവിതം. പലതും നഷ്ടപ്പെട്ടയാളാണ്. ആ വറുതിയിൽ വാടാത്ത ജീവിതം. 2, കെടുതിയിൽ കെടാതെ നിന്ന ജീവിതം. നിന്ന പാസ്റ്റൻസിൽ ഇനിയും നിൽക്കുന്ന ജീവിതം. 3, ചില അവസരങ്ങളിലെങ്കിലും അച്ഛനും നമ്മളെല്ലാം തന്നെ അരങ്ങിൽ നിന്ന് ദൈവം തമ്പുരാൻ മാറിപ്പോയോ എൻ്റെ ജീവിതത്തിൻ്റെ അരങ്ങിൽ നിന്ന് അവൻ്റെ കൃപാകടാക്ഷം നഷ്ടപ്പെട്ടു എന്ന് സംശയിച്ചു. പ്രോസ്പെക്ട് എന്തിനു നോക്കി അച്ഛൻ തൻ്റെ വിശ്വാസത്തെ ദൃഢീകരിച്ചു പറയുന്നു, അരങ്ങിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ദൈവം തമ്പുരാൻ മാറിയത് അണിയണയിൽ ഒതുങ്ങുകയായി. ദൈവം തമ്പുരാൻ എനിക്ക് വസന്തത്തിൻ്റെ വിരുന്നൊരുക്കുന്ന ചെറിയ കാലഘട്ടമായിരുന്നത്. ഞാനതിനെ സംശയിച്ച് അരങ്ങിൽ നിന്ന് ഒഴിയുകയാണ് ദൈവം. അരങ്ങിൽ നിന്ന് ദൈവം ഒഴിഞ്ഞത് അണിയറയിൽ ഒതുങ്ങി നിന്ന് വസന്തത്തിൻ്റെ വിരുന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്നതാണ്. ധാർമ്മികത അടിസ്ഥാനം, പ്രചോദനാത്മകമായ നേതൃത്വം, ധർമ്മങ്ങളുടെ ജ്വാലയായ യുവഹൃദയങ്ങളിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന നേതാവ്. ഈ മീറ്റിംഗിൽ സംബന്ധിച്ചത് വലിയ ദൈവത്തോട് അതിനൊരു ക്ഷണപത്രം നീട്ടിയ പ്രിയപ്പെട്ടവരുടെ നന്ദി പ്രകാശിക്കുന്നു. മേൽപ്പെട്ട നാരായണപ്പെട്ടവരുടെ കോയിനേജാണ് 1000 സൗഖ്യം. അച്ഛന് കരുണയുള്ള കർത്താവ് 1000 സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷയുടെ വിശാല പാതയിൽ ഇനിയും ബഹുദൂരം സഞ്ചരിച്ച് സഭാഗാത്രത്തിൽ പുത്തനെടുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതിന് ദൈവം തമ്പുരാൻ ബഹുമാനപ്പെട്ട ടീച്ചർ ജോഷുവ അച്ഛനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശതാഭിഷേക സമ്മേളനത്തിൽ എല്ലാ മംഗളങ്ങളും അച്ഛനെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസിക്കുന്നു. മഞ്ഞാടി റോഡിൽ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് KL 03H2945 എന്നൊരു വാഹനം കിടക്കുന്നു. വേറെ 1-2 വാഹനങ്ങളുണ്ട്. ദയവായി അതുകൊണ്ട് തന്നെ മാറ്റിക്കൊടുക്കണം. അടുത്തത് ഉപഹാര സമർപ്പണമാണ്. കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഉപഹാരം അഭിവന്യ ഈവാനിയോസ് തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട DJ ജോഷുവ അച്ഛന് സമർപ്പിക്കുന്നു. ഈ ഉപഹാരത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ശതാഭിഷേക മംഗളഗാനമാണ്. ബഹുമാനപ്പെട്ട ഐക്യപടവിൽ PP വർഗീസച്ചൻ രചിച്ച ശതാഭിഷേക മംഗളഗാനം ഈ വേദി അരിപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ചിലോകാരണം കുമാരി വേദിയിലേക്ക് ഇപ്പോൾ ആലപിക്കും. അതിന് മുമ്പായി തന്നെ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ സമ്മാനം ബഹുമാനപ്പെട്ട സമർപ്പിച്ചിരിക്കുകയാണ്. റിച്ച വേദിയിലേക്ക് കാത്തുകൊള്ളട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസനം മലങ്കരയുടെ മാണിക്യമായ റെവറൻഡ് ഫാദർ ഡോക്ടർ TJ ജോഷുവയുടെ ശതാഭിഷേക മംഗളഗാനോപഹാരം. രചന ഫാദർ PP ഗീവർഗീസ് ഏക്കരപ്പടവിൽ പാമ്പാടി. കാലം കാത്തുകൊള്ളട്ടെ. ആയിരമമ്പിളികൾ പൂർണ്ണമായി ദർശിച്ചിടും
പോലെ താനോ മനസ്സുകളെങ്ങും
ഈ യോഗം അതിന്റെ പരിസമാപ്തിയോട് അടുക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ആശംസാ പ്രസംഗം ഡോക്ടർ ചെറിയാനേക്കൻ. ബഹുമാനപ്പെട്ട ചെറിയാച്ചായനെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുകയാണ്. ന്യൂയോർക്കിലും റഷ്യയിലുമെല്ലാം ബിസിനസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ചാരിറ്റിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. വന്യ PC യോഗനാഥന്റെ സ്മാരകമായി ഇവിടെ പണിതുയർത്തുന്ന ധ്യാന മന്ദിരത്തിന്റെ ഏറെക്കുറെ 80% ചിലവും ബഹുമാനപ്പെട്ട ചെറിയാച്ചായ ഒറ്റയ്ക്കാണ് നിർവഹിക്കുന്നത് എന്ന സന്തോഷത്തോടെ അനുസ്മരിച്ചുകൊണ്ട് ആശംസകളുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ചെറിയാനേക്കനെ സാദരം ക്ഷണിക്കുന്നു. ഇത് ഞാൻ ചെയ്യുന്നത് TJ ജോഷുവ അച്ഛൻ മറ്റൊരു സഭയിലായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ ആലോചിച്ചു. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ അദ്ദേഹം ഒരു തിരുമേനിയായിരുന്നു. അവിടെ ഈ വിലക്കുകളൊന്നുമില്ല. ഒരിക്കൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല, അങ്ങനൊരു തീരുമാനം ഉണ്ടായില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന 10 പേർ കല്യാണം കഴിഞ്ഞായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രായം എന്ന് പറയുന്നത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ശാരീരികമായ പ്രായം, പിന്നൊന്ന് ക്രോണോളജിക്കൽ ഏജ്, കലണ്ടർ, പിന്നൊന്ന് സൈക്കോളജിക്കൽ ഏജ്. ഈ സൈക്കോളജിക്കൽ ഏജ് ഈ പറഞ്ഞ എല്ലാവരും ഒരാളെ വയസ്സനാക്കുക. അങ്ങനെ ഒരാൾക്ക് വയസ്സാനാക്കുകയില്ല. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് അത് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതുപോലെ ഇരിക്കും. It can be, if you work hard, if you move hard, if you love hard, you live long. ഇത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഞാൻ പറയുന്ന നിങ്ങളെ പഠിപ്പിക്കാനല്ല ഇപ്പം. പക്ഷേ ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ്റെ കൃതികൾ വായിക്കുമ്പോഴും അതേപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു പ്രസംഗമാണ് ബഹുമാനപ്പെട്ട വന്യ എറപ്പാച്ചൻ യോഗനാഥൻ എറപ്പാച്ചൻ വൃത്തിയടഞ്ഞപ്പോൾ അദ്ദേഹം ചർമ്മപ്രസംഗം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബൈബിളിലെ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സഭ കൂടുതൽ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഹോളിസ്റ്റിക് എക്കണോമി, ഹോളിസ്റ്റിക് എക്കോളജി ആൻഡ് ഹോളിസ്റ്റിക് എത്തിക്സ്. ഇത് വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ജോഷുവാച്ചൻ അത് ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്നതിലൂടെ ഈ മതപരി ഈ സ്ഥലത്ത് നിന്നോട് പറയുന്നു, ഇവിടെ ഇതാ ഒരു യോഹന്നാൻ. ആ ജോഷുവാച്ചൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ വന്നു. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ കാരണം. മറ്റൊരു കാരണം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖകരമായ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പറയുന്നു ടെലിഫോൺ ചെയ്ത് അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം ടെലിഫോണിൽ വന്നു. ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കും. ഇത് ഒരു വളരെ ദീർഘകാലമായുള്ള
പരിശുദ്ധാത്മാവുള്ള ബന്ധം കൊണ്ട് ഓരോ മനുഷ്യരിലും ആത്മാവുണ്ട്. ആ ആത്മാവ് പരിശുദ്ധാത്മാവിലേക്ക് ചേരാനുള്ള ശ്രമത്തിലാണ് കൂടുന്നത്. ഇത് കൂടുതൽ വിവരിച്ച് പറയാനുള്ള അവസരമല്ല എങ്കിലും ഈ പാമ്പാടി ഏതായാലും 3 കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നോട് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. ഒന്ന്, ഇതേതാ മാത്രമല്ല ഇതിന് ചുറ്റുപാടുമുള്ള പച്ച. ഈ പച്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ഈ പച്ച എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഗ്രീനറി. ഇത് ലൈഫാണ്. ലൈഫിൻ്റെ സിമ്പലാണ് മനുഷ്യനുള്ളത്. നമ്മൾ വളവും വെള്ളവും കൊടുത്താൽ വളർന്നു ചെടി പച്ച ഉണ്ടാകുന്നത് നമ്മൾ കൊടുത്തുകൊണ്ടല്ല. അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് മോർഫിക് റെസൊണൻസ്. ഇത് പഠിച്ചു കേൾക്കേണ്ട കാര്യങ്ങളാണ്. ശാസ്ത്രജ്ഞന്മാർ തിയോളജി പഠിക്കുന്നവർക്ക് പറ്റിയ ഒരു കാര്യം മോർഫിക് റെസൊണൻസ്. ഇതേ ഭാവം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ നാളെ ഇവിടെ സ്വിച്ച് ഓഫ് തരണം നിർവഹിക്കുന്ന സോളാർ എനർജി പ്രോജക്റ്റ്. സൂര്യൻ എത്രയോ ദൂരെ അവിടെ നിന്നുള്ള ശക്തി സ്വീകരിച്ച് ഇവിടെ മനുഷ്യന് പ്രയോജനമായ രീതിയിൽ അത് വിദ്യുച്ഛക്തിയായിട്ട് പ്രകാശമായി ചൂടായി കാറ്റായൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഊർജം പിടിച്ചടക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടായിരിക്കും. മോർഫിക് റെസൊണൻസ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതേപോലെ തന്നെ മനുഷ്യന് പരിശുദ്ധാത്മാവിനെ ടാപ്പ് ചെയ്യാൻ കഴിയും. അതിന് ഉദാഹരണമാണ് ജോഷുവ. അദ്ദേഹത്തിന് ജീവിതം ഒരു ഇവിടെ മഹാന്മാരുടെ പ്രാസംഗികം പറഞ്ഞു കഴിയുന്നത് ഞാൻ പറയാൻ അതിനെക്കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം നീണ ജീവിച്ചിരിക്കട്ടെ. ഇവിടെ മുമ്പ് ഞാൻ തിരുമേനി പറഞ്ഞു ഞങ്ങളൊക്കെ പോയാൽ ജോഷുവാച്ചൻ കാണാം. എന്താ കാരണം അറിയാം? അദ്ദേഹത്തിന് ആ ബന്ധം പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം അതിശക്തമാണ്. എന്നോട് എർപ്പാച്ചൻ ജോഷുവാച്ചനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയിൽ ഒരുപാട് ദീർഘനേരം സംസാരിക്കുമായിരുന്നു. എർപ്പാച്ചൻ്റെ ഓരോ വാക്കിലും ഓരോ കണ്ണിൻ്റെയും നമ്മുടെ നാട്ടിൽ തേങ്ങ ഇടുന്നത് പാമ്പാൻ എന്നൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതില്ലാതെ പോകാൻ പറ്റും. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ പാമ്പാട്ടത്തിന് എൻ്റെ ജീവിതം മുഴുവൻ പാമ്പാട്ടത്തിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ഒരു എർപ്പാച്ചൻ വേറൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജോഷുവാച്ചനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ ജോഷുവാച്ചൻ എന്തുകൊണ്ടോ എർപ്പാച്ചൻ ധരിക്കുമ്പോൾ ചർമ്മപ്രസംഗവും ഈ അൾത്താരയിൽ നിന്നോട് പറയും. അത് കേൾക്കാൻ ഭാഗ്യമുണ്ട്. ഞാൻ ഏറെ പറയുന്നില്ല. അദ്ദേഹം മറ്റു സഭകളുടെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് സ്റ്റാറസ് എന്നുള്ള നിലയിൽ സ്റ്റാറസ് എന്ന് പറയുന്നത് വന്യ വയോധികരായ പുരോഹിതന്മാർ അവരുടെ വീട്ടിലാണ് പത്രികീസ് മറ്റു തിരുമേനിമാരും ദിവസമായി. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് വഴി അവർക്ക് 180 മില്യൺ 18 കോടിയിലധികം ജനസംഖ്യ. അവിടെ 3-4 സ്ഥാനവസ്തുക്കളുണ്ട്. ആ സ്ഥാനത്തിൽ താമസിക്കുന്നത് ഒരു ഗുഹയിൽ വളരെ എളിയ അവിടെ താമസിക്കും. അവിടെയാണ് തിരുമേനിമാർ പോലും സംസാരിക്കും. ഞാൻ പറയാൻ പറഞ്ഞത് എത്രയുമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഒരു സംസ്കാരം നമ്മുടെ ചർച്ചയിൽ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കണം.
ഈ പ്രകാശം ജ്വലിക്കട്ടെ, അദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യം കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ചെറുപ്പക്കാരനായി കാണും. ഈ അടുത്ത കാലത്ത് പത്രത്തിനൊക്കെ 94 വയസ്സായ ഒരാൾ വെച്ചുണ്ടായിരുന്നു. ഇതൊക്കെ അച്ഛനെങ്ങനെ പ്രായമാക്കേണ്ട കാര്യമില്ല. അച്ഛൻ ചെറുപ്പക്കാരൻ. വീണ്ടും വീണ്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പ്രതിസ്പന്ദന. അതുകൊണ്ട് നമ്മൾ 9 മണിക്ക് നിർത്തുന്നത് നിശ്ചയിച്ച് അല്പം കഴിഞ്ഞു പോയി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ആദ്യമേ എൻ്റെ സ്നേഹവാനും കരുണാസമ്പന്നനുമായ ദൈവത്തിന് 1000 സ്തോത്രം ഞാൻ സമർപ്പിക്കുന്നു. രോഗങ്ങളുടെ തുടർച്ചയായ കടന്ന ആക്രമണങ്ങളിൽ നിന്നും മരണത്തെ 1-ലധികം പ്രാവശ്യം അഭിമുഖം കാണുവാനുള്ള അവസരങ്ങളിൽ നിന്നും എല്ലാം വിടുവിച്ച് 84 പടി പിന്നിടുവാനൊക്കെ വേണം ദൈവം നയിച്ച സഹായിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ ഏറ്റവും അധികമായി സ്തോത്രം ചെയ്യുന്നു. ഇത് കോട്ടയം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു സമ്മേളനം കോട്ടയം ഭദ്രാസനത്തിന്റെ ആസ്ഥാനത്തിൽ വെച്ച് അല്ലെങ്കിൽ ദേറായി വെച്ച് ഒക്കെ നടത്തിയിരുന്നെങ്കിലും എനിക്ക് തൃപ്തിയാകുമായിരുന്നില്ല. കാരണം പാമ്പാടി ദേറായി വെച്ച് പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇത് നടത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് അതിന് വളരെയധികമായ പ്രസക്തിയുണ്ട്. മറ്റൊന്നുമല്ല, വലിയൊരു പുരുഷാരങ്ങൾ വലിയ കൂടുന്നതിനല്ല അത് ഞാൻ അതിനൊരു പ്രസക്തി കാണുന്നത്. കാരണം പാമ്പാടി ദേവമായിട്ടുള്ള എൻ്റെ ബന്ധവും പാമ്പാടി തിരുമേനിയോടുള്ള എൻ്റെ ബന്ധവുമാണ് അതിനെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നത്. പാമ്പാടി തിരുമേനിയുടെ വാത്സല്യം നുകരുവാൻ എനിക്ക് മാത്രമല്ല എൻ്റെ സഹധർമ്മിണിക്കും അവസരം ലഭിച്ചിട്ടുള്ളതാണ്. പഠിക്കുവാനായി ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പഴയ കെട്ടിടത്തിൽ വന്ന് തിരുമേനിയുടെ അടുക്കൽ വന്ന് പിതാവ് ബാധിക്കപ്പെടുന്ന അച്ഛനുമായി വന്ന് ഇങ്ങനെ 2 സ്ഥലത്തേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് BSc ഓണേഴ്സ് മാത്തമാറ്റിക്സ്, അത് എളുപ്പം 3 വർഷം പഠിച്ചാൽ കോളേജിൽ പഠിപ്പിക്കാം. മറ്റൊരു വലിയൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ പോകാൻ ചെലവ് കൂടുതൽ 5 വർഷം വേണം. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? 2 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ തിരുമേനിയുടെ അഭിപ്രായവും അനുഗ്രഹവും പ്രാർത്ഥിക്കാൻ വന്നു. തിരുമേനി അല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം ചോദിച്ചു, എവിടെ നിന്നാണ് ആദ്യം അഡ്മിഷൻ കിട്ടിയത്? വെല്ലൂരിൽ നിന്ന്. അവിടെ പോയാൽ മതി. തിരുമേനിയാണ് വെല്ലൂരിലേക്ക് പോകുവാൻ നിയോഗിച്ചത്. അഗസ്ത്യയുടെ മണപ്പെട്ടി തുറന്ന് ഒരു ചെറിയ തുക സംഭാവന കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഭാര്യയുടെ പഠനം തുടർന്നത്. അത് കഴിഞ്ഞാണ് ജീവിതത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചത് ആ പിതാവാണ്. അത് ഇതിനടുത്ത് പള്ളിയിൽ വെച്ച് പാപ്പിന്റെ ഈവാന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിവാഹം ആശീർവദിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് മീനെടുത്ത് എപ്പോൾ വന്നാലും പാമ്പാടിയിലേതായി വരും. അന്ന് വാഹനങ്ങളില്ല, നടന്നു മതിയേ നിവൃത്തിയുള്ളൂ. അന്ന് ഈ കുന്നു കയറി ഇവിടെ വന്ന് തിരുമേനിയുമായി കണ്ട് സംസാരിക്കുമ്പോൾ ഹൃദയം കുളിർക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞിരിപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, രോമാഞ്ചമണിയുന്ന വാക്കുകളായിരുന്നു, ഞാൻ മഹാഭാവിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. ഇതിത്ര മഹാപരിശുദ്ധനായ ഒരാളുടെ നാവിൽ നിന്ന് അത് കേട്ടപ്പോൾ ഞാൻ രോമാഞ്ചമണിഞ്ഞുപോയി. എന്തുകൊണ്ടെന്നാൽ അത്യുന്നതമായ പരിശുദ്ധി എത്തിച്ചേരുമ്പോഴാണ് അവരവരുടെ കുറവിനെ പറ്റി കൂടുതലായ അവബോധം ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് ആ അവബോധം ഇല്ലാത്തതിന്റെ കാരണം നാം വിശുദ്ധി വളർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ കാരണമായി പറയുവാനുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും അവസാനം എഴുതിയ ലേഖനത്തിൽ, തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തീയു പാപികളെ രക്ഷിപ്പാൻ വന്നു, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ എന്ന് ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഇത്രയധികം ആത്മീയമായ ഔന്നത്യം നേടിയ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ പിതാവ് നമ്മുടെ സഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഔന്നത്യമേറിയ ആധ്യാത്മികതയുടെ
കടന്നാക്രമണം, ഹൃദ്രോഗബാധ, ഇതൊക്കെ ഈ വരുമ്പോൾ എൻ്റെ ഭാര്യ ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ കബറിൽ വരും, പ്രാർത്ഥിക്കും, ആശ്വാസം കിട്ടും. അങ്ങനെയൊരു ആത്മബന്ധം ജീവിച്ചിരുന്നപ്പോഴുണ്ട്. മരണാനന്തരം ആ അദൃശ്യമായ ആത്മബന്ധം ഇപ്പോഴും തുടരുന്നു. ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്താൻ ഈ സമയത്ത് ഞാൻ എൻ്റെ വിനീതമായ ആ ഒരു ആദരവ് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പിന്നീട് എനിക്ക് കൃതജ്ഞത അർപ്പിക്കുവാൻ വളരെ പേരുണ്ട്. എന്നെ അത്യധികം പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, വാത്സല്യിക്കുന്ന ഒരു വലിയ പിതാക്കന്മാര്, കാതോലിക്ക ബാബ തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിൽ തിരുമേനി, അതുപോലെ തന്നെ മറ്റ് അഭിമന്യ തിരുമേനിമാർ, അഭിമന്യ അക്കാലാശ്വസ് തിരുമേനി, അദ്ദേഹം അത് കശീശ ആയി യെരുശലേം പള്ളിയിൽ, കോട്ടയം യെരുശലേം പള്ളിയിൽ ഇരിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്കുള്ള ഒരു ആത്മബന്ധമാണ്. അതിന്റെ പേരിൽ ഞാൻ ഇവിടെ വന്ന് ഈ പ്രഭാഷണം നടത്തുവാൻ സന്നദ്ധമായത്. അതുപോലെ തന്നെ ശ്രീമാൻ ഉമ്മൻചാണ്ടി ചങ്ങനാശ്ശേരി കോളേജിൽ കുഞ്ഞുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എന്നെയും വന്ന് കാണുകയും ഞങ്ങളുമായിട്ട് ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതുപോലെ തന്നെയാണ് ശ്രീമാൻ ചെറിയാനിപ്പൻ. ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യ മരിച്ച സമയത്ത് അന്ന് അദ്ദേഹം അമേരിക്കയിൽ ഏതോ വിദൂരമായ ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഇനി വിവരം അറിഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്ത് സാന്ത്വനപ്പെടുത്തുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഒരു സന്ദേശം തന്നത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഒരു കാര്യം ഓർക്കാനുള്ളത്, നമ്മളുടെ പ്രതിസന്ധികളിൽ നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടിയിരിക്കുന്ന ആശ്വാസം പകരുകയും ചെയ്യുന്ന വ്യക്തികൾ ആര് തന്നെ ആയിരുന്നാലും അവരെ ഒരിക്കലും മറന്നില്ല. അക്കാര്യത്തിൽ പരാജയപ്പെട്ടാൽ അച്ഛനായാലും മെത്രാനായാലും അവരോട് എന്നും ഒരിക്കലും അവർ ഓർക്കുകയില്ല. കാരണം അവരുടെ പ്രതിസന്ധിയിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, സാന്ത്വനപ്പെടുത്തുവാനുള്ള കർത്തവ്യം അലപാലകന്മാർക്കുണ്ട്. ആ ഒരു വിധത്തിൽ അലപാലകൻ അല്ലെങ്കിലും ശ്രീമാൻ ചെറിയാനിപ്പൻ ചെയ്ത കാര്യത്തെ ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ഇത്രയും പേര്, എനിക്കറിയാം ഇത് വളരെ ഈ ഒരു ഇരിപ്പ് പ്രയാസമുള്ളതാണ്, എങ്കിൽ തന്നെയും എന്നോടുള്ള സ്നേഹവായ്പ പ്രകടമാക്കിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ ഒന്ന് സംബന്ധിച്ചതിനും, അതുപോലെ തന്നെ ഐക്യപ്പുഴ വെളിച്ചത്തിന്റെ വളരെ വിശിഷ്ടമായ ഒരു കവിത അദ്ദേഹത്തിന്റെ ഇവിടെ ചൊല്ലി അത് ഒരു ഉപഹാരമായി എനിക്ക് നൽകി. അദ്ദേഹത്തോട് എന്നെക്കാൾ ഒരു വയസ്സ് പ്രായം കുറവാണ്. എങ്കിലും ഈ വാർദ്ധക്യത്തിലും ഇത്രയും മനോഹരമായി കവിത രചിക്കുവാൻ അച്ഛനോടും വന്നു ചേർന്നിരിക്കുന്ന വൈദിക സഹോദരങ്ങളോടും ദേവതാലയ അംഗങ്ങളോടും എല്ലാവരോടും എൻ്റെ വിനീതമായ ആ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരു കാര്യം മാത്രം, ഞാൻ തുടർന്നും ജീവിതത്തിൽ അന്ത്യം വരെയും ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായി തുടരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അത് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. മറ്റ് സ്ഥാനമാനങ്ങളൊന്നും അല്ല. ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ഏത് വിധത്തിലുമാകാം. എഴുത്തിൽ കൂടിയാകാം, വാക്കിൽ കൂടിയാവാം, മറ്റ് സാക്ഷ്യത്തിൽ കൂടിയാവാം, സാന്നിധ്യത്തിൽ കൂടി, സൗഹൃദത്തിൽ കൂടി, അങ്ങനെ എല്ലാ വിധത്തിലും ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായി അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ത്യം വരെയും തുടരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഉഷ്ഫലമായ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ചൂടടയാളം ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം വഹിച്ച് അത് പ്രസരിപ്പിച്ച് നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് മാതൃകയായിരിക്കുന്ന അഭിനന്ദനായ ജോഷുവാച്ചൻ്റെ ശതാഭിഷേക സമ്മേളനം അതിന് അധ്യക്ഷത അലങ്കരിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിനോടും, അതുപോലെ തന്നെ എൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദരണീയനായ ഉമ്മൻചാണ്ടി അവരോടും, മുഖ്യപ്രഭാഷണം നടത്തിയ അഭിനന്ദ ഗൗരീസ് അത്താനാശ്വാസ് തിരുമേനിയോടും, സാന്നിധ്യം കൊണ്ടും ഉപഹാര സമർപ്പണം കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച അഭിനന്ദ തിരുമനസിനോടും ഇവാനി തിരുമനസിനോടും ആശംസകൾ അർപ്പിച്ച ആദരണീയനായ ചെറിയാനിയപ്പൻ അവരോടും, സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അഭിനന്ദ പോളിക്കർപ്പസ് തിരുമേനി, അന്തോനിയോസ് തിരുമേനി, തിരുമേനിമാരോടും
നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിൻ്റെ പേരിൽ, ദേറായുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. ഇതൊരു ഗുരുദക്ഷിണയായിരുന്നു. അഭിനന്ദനായ ജോഷുവാച്ചൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ജോഷുവാച്ചൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷം പകരുന്ന ഒരു നിമിഷമായി. അതുകൊണ്ട് ഈ ഗുരുദക്ഷിണ വന്യ ജോഷുവാച്ചൻ സ്വീകരിച്ചു, നമ്മെ അനുഗ്രഹിച്ചു. പരിശുദ്ധനായ പാപ്പാടത്തിരുമേനിയുടെ 48ാമത്തെ ഓർമ്മ പെരുന്നാൾ. അതിൻ്റെ അനുഗ്രഹത്തോടൊപ്പം നാം എല്ലാവരും വന്യ ജോഷുവാച്ചൻ്റെ അനുഗ്രഹത്തോടെ വന്യനായ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി പേറി ഭവനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമായ അനുഭവമാണ്. നമ്മെ ഗുരുവെന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിച്ച, ഈ സമ്മേളനത്തിൽ വന്ന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വന്യ ജോഷുവാച്ചനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠ വന്യ റബ്ബാച്ചന്മാർ, അതുപോലെ തന്നെ ഭക്തജനങ്ങളായവരെ ഇത്രയും സമയം ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക്